ഈ കൃഷിയിടം മൊത്തം 9 ഏക്കറാണ്. ആ 9 ഏക്കറിൽ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത് കപ്പയും വാഴയുമാണ്. 3 കർഷകർ ചേർന്ന് പാട്ടത്തിനെടുത്താണ് ഇവിടെ കൃഷി ഇറക്കിയത്. 3 ലക്ഷം രൂപയാണ് ഒരു വർഷം പാട്ടത്തുകയായി നൽകേണ്ടത്. അതോടൊപ്പം തന്നെ കൃഷിയുടെ ചെലവായി ലക്ഷക്കണക്കിന് രൂപ ചിലവഴിക്കുകയും ചെയ്തു. അവരുടെ പ്രതീക്ഷയാണ് ഈ തകർന്ന് നിലം പതിച്ച് കിടക്കുന്നത്. കഴിഞ്ഞ ആഴ്ച വീശിയടിച്ച കാറ്റിലാണ് ഇത്രയും നാശനഷ്ടം ഇവിടെ മാത്രം ഉണ്ടായിരിക്കുന്നത്. 6500ഓളം വാഴയുണ്ട്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു 2000ഓളം വാഴ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും നടന്ന് നശിച്ചു പോയി. 1000 താഴെ ഒരു കൊലയെ നമുക്ക് ഇതിൻ്റെ അകത്ത് നല്ല വിലയ്ക്ക് വെട്ടിവെക്കാൻ നല്ല രീതിയിൽ കിട്ടുള്ളൂ. ബാക്കി നിൽക്കുന്ന ഈ പഴുത്ത് നിൽക്കുന്നതെല്ലാം കറി സെക്കൻഡുമായിട്ട് പോവുള്ളൂ. നമ്മുടെ എന്ന് പറഞ്ഞാൽ ഉപജീവന മാർഗ്ഗം എന്ന് പറഞ്ഞാൽ കൃഷിയാണ്. ഞങ്ങളുടെ വാഴയും ഇപ്പോൾ ഇവിടെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇത്രയും വാഴയുണ്ട്. അതുകൂടാതെ ഞങ്ങൾക്ക് പൊളിഞ്ഞുപാലം എന്ന് പറഞ്ഞാൽ മറ്റേ ഒരു 4-5 ഏക്കർ സ്ഥലം കപ്പയും 10,000-3000 വാഴ അവിടെ കൃഷിയുണ്ട്. ഒരു വാഴയ്ക്ക് എത്ര രൂപ ചിലവാകും? ഒരു വാഴയ്ക്ക് 300 രൂപ നമുക്ക് പറഞ്ഞാൽ ഫസൽ മുടക്കാണ്. ഒരു മുട്ട് ഞാൻ പറയും, ഒരു മുട്ട് എന്ന് പറഞ്ഞാൽ 45 രൂപ എന്ന് പറഞ്ഞാൽ 47 രൂപ വരും ഒരു ഈറ്റ ഇവിടെ വരുമ്പോൾ. കൃഷിഭവനിൽ നിന്ന് ആരെങ്കിലും വന്ന് നോക്കിയിരുന്നോ? എന്താണ്? കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എല്ലാവരും നല്ല രീതിയിൽ വന്ന് സഹകരിച്ചു. ഇത് നാശമുണ്ടായി അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഡയറക്ടർ ഉൾപ്പെടെ അതുപോലെ അടിമാലി എന്ന് പറഞ്ഞാൽ നമ്മുടെ കൃഷി ഓഫീസർ, അസിസ്റ്റൻറ്റ് ഡയറക്ടർ എല്ലാവരും വന്നു. നമുക്ക് ഇപ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ട് പറഞ്ഞാൽ നമ്മുടെ നഷ്ടപരിഹാരം ഉടനെ കിട്ടുക എന്നുള്ളതാണ്. അത് ഇപ്പോൾ ഇവിടെ അടിമാലിൽ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് സംഭവിച്ചു. ഇതുപോലെ ഒട്ടനവധി ആളുകൾക്ക് മെച്ചിപ്ലാവ് അതുപോലെ 1000 ഏക്കർ പൊളിഞ്ഞപാലം ഇവിടെയൊക്കെ ഒരുപാട് കൃഷിക്കാർക്ക് നമ്മൾ നാശം സംഭവിച്ചിട്ടുണ്ട്. നമ്മളുടെ പ്രതീക്ഷയാണ് ഒരു 6 മാസത്തിനുള്ളിൽ പറഞ്ഞാൽ എന്തായാലും പറഞ്ഞാൽ മന്ത്രി പറഞ്ഞതനുസരിച്ച് മന്ത്രി കൃഷിനാശം ഉടനെ തന്നെ കൊടുത്തു തീർക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു പ്രതീക്ഷ നമുക്കുണ്ട്. വായ്പ എടുത്ത് കൃഷി ഇറക്കിയ കർഷകർക്ക് വായ്പയുടെ പലിശ കൊടുക്കാൻ പോലും ഈ തുക തികയാതെ വരുന്നു, മതിയാകാതെ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. ഉടനെ ധനസഹായം നൽകിയാൽ മാത്രമേ നശിച്ച കൃഷിക്ക് പകരം അവിടെ മറ്റൊരു വിള ഇറക്കി ഉപജീവന മാർഗം കണ്ടെത്താൻ കഴിയൂ. അതിനുള്ള അവസരമാണ് ഈ ദുരിതാശ്വാസം അല്ലെങ്കിൽ നഷ്ടപരിഹാരം വൈകുന്നത് കൊണ്ട് കർഷകർക്കുണ്ടാകുന്നത്. അതിനാണ് ആദ്യം പരിഹാരം ഉണ്ടാകേണ്ടത്. അടിമാലിയിൽ നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെയിനസ് രാജു, മാതൃഭൂമി ന്യൂസ്.